മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സെയിൽസ് ഗേളായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യം മഹാലക്ഷ്മിയാണെങ്കിൽ കണ്ണനെ അറിയിക്കുന്നുണ്ട്. കണ്ണൻ പറയുന്നുണ്ട്, സെയിൽസ് ഗേളായിട്ട് വർക്ക് ചെയ്യുന്നതിന് എന്താണ് കുഴപ്പം, അതൊരു നല്ല ജോലിയല്ലേ, എല്ലാ പെൺകുട്ടികളും അത് ചെയ്യുന്നതല്ലേ എന്ന് പറയുന്നു. അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ ചെയ്യുന്നാൽ അത് കുഴപ്പമില്ല, എനിക്കാണെങ്കിൽ ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയും. പക്ഷേ മഞ്ജു അങ്ങനെയല്ല, അത്രയും നല്ല ജീവിത രീതി സാഹചര്യത്തിൽ ജീവിച്ച ആളായതുകൊണ്ട് മഞ്ജുവിനതൊരു ബുദ്ധിമുട്ടായിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല, എല്ലാ പെൺകുട്ടികളും എല്ലാ സാഹചര്യത്തിലും പൊരുത്തപ്പെടണമെന്ന് കണ്ണൻ പറയുന്നുണ്ട്. പിന്നെ സൈറ്റിലെത്തുന്ന ഉണ്ണിയാണെങ്കിൽ വർക്കേഴ്സിനോടെല്ലാം വളരെ രൂക്ഷമായിട്ട് തന്നെ പെരുമാറുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കണം എന്നുള്ളൊരു ഭാവത്തിലാണ് എല്ലാവരോടും പെരുമാറുന്നത്. അപ്പോഴേക്കും അവരെല്ലാവരും പറയുന്നത്, ഞങ്ങൾക്ക് ജോലി തന്നിരിക്കുന്നത് മാഡമാണ്, അപ്പം മാഡം പറയുന്നത് മാത്രം ഞങ്ങൾക്ക് കേട്ടാൽ മതി, സാറ് പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും വലിയ വകവയ്ക്കാതെ തന്നെ പോകുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ണിക്ക് വളരെ ദേഷ്യമാകുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് മഹാലക്ഷ്മി വരുന്നുണ്ട്. മഹാലക്ഷ്മി ചോദിക്കുന്നത്, നീ എവിടെ എന്താണ് വന്നിരിക്കുന്നത്, നിന്നെ ഇവിടെ അല്ലല്ലോ ജോലിക്ക് നിർത്തിയിരിക്കുന്നത്, നിനക്ക് പറഞ്ഞിട്ടുള്ള ജോലി മാത്രം നീ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഉള്ള ജോലിയും കൂടെ ഞാൻ ഇല്ലാതാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അവിടെ ജോലി ചെയ്യുന്ന സാഗറാണെങ്കിൽ മഹാലക്ഷ്മിയെയും ഉണ്ണിയെയും എല്ലാം കാണുന്നുണ്ട്. അങ്ങനെ ആരുടെയും കണ്ണിൽപ്പെടാതെ തന്നെ സാഗർ അവിടെ ജോലി തുടർന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഉണ്ണിയാണെങ്കിൽ സാഗറിനെ കാണുന്നുണ്ട്. എടാ, നിന്നോടാരാടാ ജോലിക്ക് ഇവിടെ വരാൻ പറഞ്ഞത്, നീ എൻ്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചവനല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയാണെങ്കിൽ പൊതിരെ തല്ലുന്നുണ്ട് സാഗറിനെ. സാഗറാണെങ്കിൽ എല്ലാം തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉണ്ണി വീണ്ടും അടിക്കുന്നുണ്ട്. ഈ ശബ്ദമെല്ലാം മഹാലക്ഷ്മിയും ബാലചന്ദ്രൻ സാറും കേൾക്കുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി അങ്ങോട്ട് വരുമ്പോഴേക്കും സാഗറിനെ പൊതിരെ തല്ലുന്നതാണ് കാണുന്നത്. എന്താ ഇവിടെ കാര്യമെന്ന് മഹാലക്ഷ്മി ചോദിക്കുമ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, നിങ്ങളാണല്ലേ ഇവനെ ജോലിക്കെടുത്തത്, ഇപ്പോഴും നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിൽ തന്നെ മഹാലക്ഷ്മിയെ അപമാനിക്കുന്നുണ്ട് ഉണ്ണി. ഇത് കേൾക്കുമ്പോഴേക്കും മഹാലക്ഷ്മിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. നിൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല, അതെല്ലാം നിൻ്റെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ ഉണ്ണിയെ അവിടെ നിന്നും ഇറക്കി വിടുന്നുണ്ട്. ഇനി മേലായി ഈ സൈറ്റിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഉള്ള ജോലിയും കൂടെ ഞാൻ തീർപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി അവിടെ നിന്നും പറഞ്ഞു വിടുന്നുണ്ട് ഉണ്ണിയെ. പിന്നെ സാഗറിനെ ജോലിക്കെടുത്തത് എന്താണെന്നെല്ലാം മേസ്തിരിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരാളുടെ ഒഴിവുള്ളത് കൊണ്ട് ഇവിടെ ജോലി ചോദിച്ച് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ജോലി കൊടുത്തത്, അതുകൊണ്ട് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും ജോലി കഴിഞ്ഞ് പൊക്കോളുമെന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മഹാലക്ഷ്മിയാണെങ്കിൽ അതിന് സമ്മതിക്കുന്നുണ്ട്. എന്താണെങ്കിലും മഞ്ജുവിനെ പോറ്റാനുള്ള നിൻ്റെ ഈ മനസ്സ് എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി അവിടെ നിന്നും പോകുന്നു. പിന്നീട് സൈറ്റിൽ വെച്ച് നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ണനോട് മഹാലക്ഷ്മി പറയുന്നുണ്ട്. അവിടെ വെച്ച് സാഗറാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന കാര്യവും ഉണ്ണിയാണെങ്കിൽ എന്നെയും സാഗറിനെയും കൂട്ടി എന്നെ ആളുകളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചിട്ടുള്ള കാര്യമെല്ലാം മഹാലക്ഷ്മി കണ്ണനോടായിട്ട് പറയുന്നു. ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, സാഗർ എന്താണ് അവിടെ വന്നതിൻ്റെ കാരണമെന്ന് ചോദിക്കുമ്പോഴേക്കും മേസ്തിരി ഇതുപോലെ 2-3 ദിവസത്തേക്ക് ആളെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് സാഗറിനെ അവിടെ 2-3 ദിവസത്തേക്ക് വേണ്ടി ജോലിക്ക് നിർത്തിയത്, അത് കഴിഞ്ഞാൽ പൊക്കോളുമെന്നാണ് പറഞ്ഞത്. പക്ഷേ സാഗറിൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോഴേക്കും എനിക്ക് വളരെ സങ്കടമാണ് തോന്നിയത്. മഞ്ജുവിനെ മാത്രം ടെക്സ്റ്റൈൽ ഷോപ്പിൽ അയച്ച് സുഖിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിലും കഠിനമായിട്ടുള്ള ജോലി ചെയ്ത് മഞ്ജുവിനെ നോക്കാൻ അവനൊരു മനസ്സുണ്ടായല്ലോ, എനിക്കത് കണ്ടപ്പോഴേക്കും വളരെ സന്തോഷവും തോന്നി കണ്ണേട്ട എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. പിന്നീട് സൈറ്റിൽ വെച്ച് നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം സാഗർ മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് മഞ്ജു പറയുന്നുണ്ട്, എന്നിട്ട് ഉണ്ണിയേട്ടൻ എന്നെ ഒരുപാട് തല്ലിയോ എന്നൊക്കെ സാഗറിനോട് ചോദിക്കുന്നു. അതൊന്നും സാരമില്ല മഞ്ജു, അതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതാണ്, അതിലൊന്നും എനിക്ക് യാതൊരുവിധ വിഷമവുമില്ല, മഞ്ജുവിനെ നല്ല രീതിക്ക് നോക്കണം, അത് മാത്രമാണ് എൻ്റെ മനസ്സിൽ. നമ്മുടെ ജീവിതം നല്ല സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണം, നമ്മളെ തള്ളിപ്പറയുന്ന എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തി ജീവിക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ, അതിന് ഞാൻ എന്ത് ജോലി ചെയ്യാനും ആരുടെയും ആട്ടും തുപ്പും സഹിക്കാനും ഞാൻ തയ്യാറാണെന്നുള്ള സാഗർ പറയുന്നത് കേൾക്കുമ്പോഴേക്കും മഞ്ജുവിനാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. പിന്നീട് സാഗറിനെ കയ്യേറ്റം ചെയ്ത ഉണ്ണിയെ മാർക്കോ നല്ല രീതിക്ക് തന്നെ പെരുമാറുന്നുണ്ട്. എന്നിട്ട് ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, ഇത്രയും നാളും നിൻ്റെ ഈ കൊള്ളരുതായ്മയെല്ലാം ഞാൻ സഹിച്ചത് കണ്ണൻ സാറിൻ്റെ അനിയനായതുകൊണ്ട് മാത്രമാണ്, പക്ഷേ ഇനി നിനക്ക് ആ ഒരു പരിഗണന തരേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് സാഗറിൻ്റെ നേരെ ഇനി നിൻ്റെ കൈ പൊങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൈ ഞാൻ വെട്ടി തന്നെ എടുക്കുമെന്ന് മാർക്കോ പറയുന്നുണ്ട് ഉണ്ണിയോട്. ഇത് കേട്ട് ഉണ്ണിയാണെങ്കിൽ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.